ആരോഗ്യവകുപ്പിൽ എന്ത് നടക്കുന്നു എന്നറിയാത്ത ആരോഗ്യമന്ത്രി. നല്ല സൂപ്പർ മന്ത്രിയെ തന്നെ നമുക്ക് കിട്ടി. ഇതിനേക്കാൾ ഇനി വലിയൊരു പൂക്കൽ ആരോഗ്യവകുപ്പിന് കിട്ടാനില്ല. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിസൾട്ട് ഉച്ചയ്ക്ക് പുറത്തു വന്നു. വൈകുന്നേരം 5:15 മന്ത്രി വാർത്താ സമ്മേളനം നടത്തി. എന്നിട്ട് ചാനലുകൾ ഉൾപ്പെടെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലപ്രകാരം നിപ്പ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു എന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെ അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ആരോഗ്യമന്ത്രി TV കാണില്ല, ഉദ്യോഗസ്ഥരെ കാണില്ല. എന്തൊക്കെയോ ചെയ്ത് എങ്ങനെയൊക്കെയോ എവിടെ കൂടെയോ പോയി ഫുൾ ടൈം അമ്പലങ്ങളിൽ കറങ്ങി നടക്കുകയാണ്. അമ്പലങ്ങളിൽ കറങ്ങി നടന്നാൽ ചെയ്ത പാപത്തിനൊന്നും ഒരു ഫലവും കിട്ടില്ല, അനുഭവിക്കേണ്ടി തന്നെ വരും. ഇതേ കണ്ടില്ലേ, കഴിവുകേട് തുടക്കത്തിൽ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. നിപ്പ പൂനെയിൽ നിന്ന് സ്ഥിരീകരിച്ചത് അറിയാതെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പൂനെയിൽ നിന്ന് ഫലം വന്നിട്ടില്ലെന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്നാൽ മന്ത്രിക്ക് ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട കോഴിക്കോട് ജില്ലാ കളക്ടർ ഫലം ഉച്ചയ്ക്ക് തന്നെ വന്നുവെന്നും അറിയിച്ചു. പൂനെയിൽ നിന്നുള്ള റിസൾട്ട് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. എങ്കിലും നടത്തിയ എല്ലാ പരിശോധനകളിലും ആ പേഷ്യൻറ്റിന് നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി പൂനെയുടെ റിസൾട്ടും കൂടിയാണ് വരാൻ ബാക്കിയുള്ളത്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കൺഫേം ആയിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കാണെന്ന് തോന്നുന്നു അദ്ദേഹം അതിൻ്റെ പ്രസ് ബ്രീഫിംഗ് തന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. NIV പൂനെയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. പോസിറ്റീവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ശരത് SS കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശരത്ത്, കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച യുവാവിന്റെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലവും പോസിറ്റീവാണ് എന്നുള്ള വാർത്ത ഉച്ചയ്ക്ക് തന്നെ വന്നതാണ്. ഉച്ച മുതൽ മാധ്യമങ്ങളിൽ അത് വലിയ വാർത്തയായി നൽകിയതുമാണ്. എന്നിട്ട് പോലും കേരളത്തിലെ ആരോഗ്യമന്ത്രി അത് അറിയാതെ പോയത് എന്തുകൊണ്ടാണ്? ആര്യ, അതുതന്നെയാണ് ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നിപ്പോൾ വൈകിട്ട് 5:45 കൂടിയാണ് ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടത്. തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞുപോയ പ്രധാനപ്പെട്ട കാര്യം, അതായത് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഈ നിപ്പ പരിശോധനയുടെ ഫലം വന്നിട്ടില്ല, പക്ഷെ ബാക്കി എല്ലാ പരിശോധന ഫലവും പോസിറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് പ്രതികരണത്തിലുണ്ടായിരുന്നത്. പക്ഷേ തൊട്ടു പിന്നാലെ 6 മണിക്ക് കോഴിക്കോട് ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ഇതേ ചോദ്യം ജില്ലാ കളക്ടറോട് ചോദിച്ചപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ഫലം വന്നതാണ്, ആ സമയത്ത് തന്നെ ഇക്കാര്യം അറിയിച്ചതാണ്, ഔദ്യോഗികമായി തന്നെ ഫലം ലഭിച്ചു എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത്. മാത്രമല്ല, നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഇത് 5:30 നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാർത്ത ഉൾപ്പെടെ നൽകിയതുമാണ്. അങ്ങനെ മന്ത്രി മാത്രം അറിഞ്ഞില്ല എന്നുള്ള ഏറ്റവും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കളക്ടർ കൂടി പറഞ്ഞത് നിങ്ങൾ കേട്ടതാണ്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പുറത്തു വന്ന റിസൾട്ട് മന്ത്രി അറിയുന്നില്ല. മന്ത്രിക്ക് നിപ്പയെന്ന് കേട്ടാലേ ഇതൊന്നും ഇല്ലാത്ത രോഗമാണ്, എരണം കെട്ടവന്മാർ ഭരിച്ചാൽ വരണ അസുഖമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തി സ്വാഭാവികമായിട്ടും ഈ അസുഖമൊക്കെ തോന്നലാണ്. അതിനെക്കുറിച്ചൊക്കെ 4 പ്രാർത്ഥന പ്രാർത്ഥിച്ചാലോ, അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധൻ കൂടിയായിട്ടുള്ള വ്യക്തിക്ക് 30 ഡിഗ്രി ചൂട് 40 ഡിഗ്രി ചൂടിൽ വരെ കൊറോണ തനിയെ ഇല്ലാതാകുമെന്നുള്ള വിദഗ്ധ കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള പ്രത്യേക വിദഗ്ധനാണ്. അതുകൊണ്ട് നിപ്പ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ആ വഴി നടന്നിട്ടില്ല. അല്ലെങ്കിൽ അവിടെ പോയി യോഗം ചേർന്ന് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ട മന്ത്രി അതുവഴി പോയ നിപ്പ എൻ്റെ കൂടെ എങ്ങാനും വന്നാലോ എന്നുള്ള തോന്നലാണ്. ഈ അവസ്ഥ കേരളത്തിൽ വരുമ്പോൾ കഴിഞ്ഞ ആരോഗ്യമന്ത്രിയെയും അതിന് തൊട്ട് മുന്നോടിയായിട്ട് 2 സ്ത്രീകളാണ് ആ മേഖലയെ നയിച്ചത്. എത്ര വൃത്തിക്കും വെടുപ്പിനുമാണ് കാര്യങ്ങൾ ചെയ്തത്. കേരളത്തിലുള്ള മാധ്യമങ്ങൾ എന്നിട്ടും എന്തെങ്കിലും ഒരു സംഭവവികാസം ഉണ്ടായാൽ അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചതിന് കയ്യും കണക്കുമില്ല. പക്ഷേ നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് എന്തോ ഒരു പ്രിവിലേജാണ് കിട്ടുന്നത്. പൂക്കി മാത്രമല്ല, ഉന്നത കുലയും കൂടി ആയിക്കഴിഞ്ഞാൽ മാപ്രകൾക്ക് സന്തോഷമാണ്. അവർക്ക് ആ വ്യക്തി ഇനി കഴിവില്ലെങ്കിലും അവരിങ്ങനെ ഓശാന പാടിക്കൊണ്ടിരിക്കും. അതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്താലും അവർക്ക് അങ്ങോട്ട് തൃപ്തി വരത്തുമില്ല. കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആരോഗ്യ സംവിധാനങ്ങൾ, അത് മെഡിക്കൽ കോളേജ് മുതൽ ഏറ്റവും താഴത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വരെ മികച്ച കെട്ടിടങ്ങളൊക്കെ ഒരുക്കി അവിടെ ചികിത്സാ സംവിധാനങ്ങൾ തയ്യാറാക്കി അതിനെ ഒരു സിസ്റ്റമാക്കി മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ സിസ്റ്റത്തെ കുറ്റപ്പെടുത്തി ഒരു ഡോക്ടറുടെ ഫേസ്ബുക്ക് കുറിപ്പോ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവമോ അതിനെ ഉയർത്തിക്കാട്ടി എന്തൊരു വാർത്താ ആഘോഷങ്ങളായിരുന്നു. ലക്ഷ്യം വീണ ജോർജ് ആയിരുന്നു. അവർ ചെയ്യുന്നത് കൊണ്ടായിരുന്നു തൃപ്തിയില്ലാത്തത്. ഇപ്പൊ കണ്ടില്ലേ, നിപ്പ സ്ഥിരീകരിച്ചിട്ട് പോലും അറിയാത്തൊരു മന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഞാൻ അറിഞ്ഞില്ലേ എന്ന രീതിയിൽ പറയുമ്പോൾ എന്തൊരു കഴിവാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഞെട്ടുന്നില്ലല്ലോ അല്ലേ?
മന്ത്രി അറിയാതെ ഇവിടെ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെയോ നടക്കുന്നു, മന്ത്രി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മന്ത്രിയുടെ വഴിക്ക് നടക്കുന്നു. ഈ അവസ്ഥ 5 വർഷം കഴിയുമ്പോൾ ആ മേഖലയെ ഏത് അവസ്ഥയെ കൊണ്ട് ചെന്നെത്തിക്കുമെന്ന് നിങ്ങൾക്ക് തുടക്കത്തിലെ തന്നെ ഊഹിക്കാവുന്നതാണ്.